ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയുന്ന മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വർണ്ണാഭമായി ഗ്ലോബൽ അക്കാദമി കോൺവെക്കേഷൻ. ഏവിയേഷൻ മോണ്ടിസോറി രംഗത്ത് 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ 2025-26 ബാച്ച് കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു. പരിപാടി കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പഠിച്ചയുടൻ ജോലിയിൽ പ്രവേശിച്ച വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ നൽകലും കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. ഈ പഠനത്തിനോടൊപ്പം ചില ശീലങ്ങളെ നമ്മൾ സ്വായത്തമാക്കണം. അത് ജീവിതത്തിലെ ചില കൃത്യനിഷ്ഠതയാണ്. ഏത് പഠനവും ഏത് തൊഴിലും രാഷ്ട്ര സേവനത്തിന് വേണ്ടിയുള്ളതാണ്. രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിലേക്ക് വേണ്ട അധ്വാനമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പം നിങ്ങളിങ്ങനെ വരുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ബൈക്കിൽ പോകുന്ന ഒരാളെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു കുപ്പിയിലെ അരിഷ്ടക്കുപ്പി വീണുപോയി. റോട്ടിൽ അത് ഉടഞ്ഞു വീണു. സ്വാഭാവികമായിട്ടും നിങ്ങളത് കണ്ടു. അത് നിങ്ങളുടെ ചുമതല, ആ കണ്ട ആളുടെ ചുമതലയാണ് ആ കുപ്പിച്ചിലുകൾ അവിടുന്ന് വാരിയെടുക്കുക എന്നുള്ളത്. അവിടെ നീക്കം ചെയ്യാനുള്ള പരിപാടി സംവിധാനം ഒരുക്കുക എന്നുള്ളത്. അത് രാഷ്ട്രസേവനമാണ്. അതിന് ശമ്പളമൊന്നും കിട്ടൂല. പക്ഷേ ഈ രീതിയിലേക്ക് ഈ വലിയൊരു രാജ്യത്തിൻ്റെ അകത്ത് സേവന തലത്തിൽ എനിക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് തിരിച്ചറിവാണ് പഠനത്തിലൂടെ നമ്മൾ കൈവരിക്കുന്നത്. അപ്പോൾ ഏവിയേഷൻ രംഗത്ത് ഇപ്പോൾ എമിറേറ്റ്സിലുണ്ടെന്ന് പറയുമ്പോൾ ഇരിക്കാൻ സന്തോഷം തോന്നി. അപ്പോൾ ഷെഫീഖ് വലിയ ഉയർന്നുള്ള ആളല്ല, എന്നാൽ നമ്മുടെ കുട്ടികൾ എത്ര ഉയരത്തിലെത്തി ഈ സ്ഥാപനത്തിലൂടെ പഠിച്ചിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഊഹിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള നിങ്ങൾക്ക് ശിക്ഷണം തരാൻ കെൽപ്പുള്ള അധ്യാപകന്മാരുണ്ട്. ഒക്കെ അധ്യാപികമാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഷെഫീഖ് മാത്രമേ ഒറ്റയാനായിട്ട് വേറെണ്ടോ? ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഉപയോഗിച്ചല്ലേ? അവർ നന്ദി പറയാൻ അങ്ങനെ വെച്ചിരുന്നത്. അതുകൊണ്ട് അതിന് ഉപയോഗിച്ച് ഒരു രണ്ടാണുണ്ടെന്ന് ബോധ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരുന്നാലും ഇതൊരു വനിതകളാൽ നയിക്കപ്പെടുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ ഒരു മാതൃസ്നേഹം സ്ഥാപനത്തിനും കുട്ടികൾക്കും നൽകി ഇതിനെ പരിപാലിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നെനിക്ക് വിശ്വാസമുണ്ട്. കരുനാഗപ്പള്ളിക്കാരിയും പുറത്തൂക്കാരിയും ഒക്കെ ഇവിടെ ഉണ്ട്, സ്ഥാപനത്തിലുണ്ട്. ഇനി മറ്റുള്ളവരൊക്കെ ഇവിടെ തരാമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം മോശമില്ലാത്ത ശമ്പളം ഷെഫീഖ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനേക്കാൾ വലിയ ഉയർന്ന ശമ്പളവും സംവിധാനവും ഒക്കെ ലഭ്യമാകുന്ന തരത്തിലേക്ക് ഉയർന്നു വരണം. അപ്പോൾ അതിന് സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് എനിക്ക് നടത്താനുള്ളത്. ഞാൻ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ AP ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്ലോബൽ അക്കാദമി തിരൂർ കോർഡിനേറ്റർ അശ്വതി സ്വാഗതം പറഞ്ഞു. ഗ്ലോബൽ അക്കാദമി ചെമ്മാട് കോർഡിനേറ്റർ നൌഷി സെറിൻ, എടപ്പാൾ കോർഡിനേറ്റർ നൌഫി എന്നിവർ ആശംസകൾ നേർന്നു. ഗ്ലോബൽ അക്കാദമി വളാഞ്ചേരി കോർഡിനേറ്റർ ഉബൈദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് മ്യൂസിക് ഫെസ്റ്റ് അരങ്ങേറി. ഗ്ലോബൽ അക്കാദമിയുടെ തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാൾ ബ്രാഞ്ചിലേക്ക് 2026-27 ഏവിയേഷൻ മോണ്ടിസോറി ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.